നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കാഞ്ഞിരം മലരിക്കൽ റോഡ് നാടിന് സമർപ്പിച്ചു. കേരളം അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഹബ്ബായെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. റോഡ് നവീകരിച്ചത് 5 കോടി രൂപ ചെലവിൽ. കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി വിപണിയിൽ എത്തിക്കണമെന്ന് മന്ത്രി പി പ്രസാദ്. നീലൂർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഫ്രീസർ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. കോട്ടയം ജില്ലയിൽ കഞ്ചാവ് കൂടുതലായി എത്തുന്നത് ട്രെയിൻ മാർഗം. ശക്തമായ നടപടിയുമായി എക്സൈസും റെയിൽവേ പോലീസും. മാർച്ച് മാസത്തിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് 157 കേസുകൾ. മീനഭരണി മഹോത്സവം ആഘോഷിച്ചു. പൊൻകുന്നം പുതിയകാവിൽ പൊങ്കാല. ദേവിക്ക് പൊങ്കാല അർപ്പിച്ച് ഭക്തർ. വാർത്തകൾ വിശദമായി. നവീകരിച്ച കാഞ്ഞിരം മലരിക്കൽ റോഡ് നാടിന് സമർപ്പിച്ചു. കേരളം അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഹബ്ബായി മാറിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. നവീകരിച്ച കാഞ്ഞിരം മലരിക്കൽ റോഡ് നാടിന് സമർപ്പിച്ചു. കാഞ്ഞിരം പാലം മുതൽ മലരിക്കൽ വരെയുള്ള 1.4 കിലോമീറ്റർ നീളമുള്ള റോഡ് നബാർഡ് ഫണ്ടിൽ നിന്നും 5 കോടി രൂപ ചെലവിട്ട് BMBC നിലവാരത്തിലാണ് നവീകരിച്ചത്. മലരിക്കലിൽ ഗ്രാമീണ ടൂറിസത്തിന്റെ സാധ്യതകൾ വിപുലമാക്കുന്നതിനു കൂടി ഭാഗമായി മന്ത്രി VN വാസവൻ സർക്കാരിന് സമർപ്പിച്ച പദ്ധതിയെ തുടർന്നാണ് റോഡ് വികസനത്തിന് പണം അനുവദിച്ചത്. വെള്ളപ്പൊക്കത്തെ മറികടക്കാൻ റോഡ് 3.5 മീറ്ററിൽ നിന്നും 5 മീറ്ററായി ഉയർത്തി. ആമ്പൽ ഫെസ്റ്റ് നടക്കുന്ന പ്രധാന ടൂറിസം പ്രദേശങ്ങളിൽ 640 മീറ്റർ ദൂരം റോഡിന്റെ വശങ്ങളിൽ മണ്ണിട്ടുയർത്തി. 12 മീറ്റർ വീതിയിൽ റോഡിന് സ്ഥലലഭ്യത ഉറപ്പുവരുത്തി. റോഡിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. ടൂറിസം രംഗത്തെ മികച്ച അടിസ്ഥാന സൗകര്യം ഒരുക്കുമെന്ന സർക്കാർ നിലപാട് യാഥാർത്ഥ്യമായതായും കേരളം അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഹബ്ബായി മാറിയെന്നും മന്ത്രി പറഞ്ഞു. മലരിക്കലിൽ നടന്ന ചടങ്ങിൽ മന്ത്രി VN വാസവൻ അധ്യക്ഷനായി. സഞ്ചാരയോഗ്യമായ പാത നാടിന്റെ വികസനത്തിന് പ്രാധാന്യമാണെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പാതയെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഈ സൗകര്യങ്ങളെല്ലാം ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ മേഖലയ്ക്ക് വന്നിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഒരുപക്ഷെ ഇന്നലെ വലിയ രൂപത്തിൽ പ്രയാസപ്പെട്ടും ശ്രദ്ധാപൂർവം നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് കൂടാതെ സ്ഥലത്തെത്താൻ കഴിയൂ എന്ന അവസ്ഥയുണ്ടായിരുന്ന ഒരു പ്രദേശം സഞ്ചാരയോഗ്യമായ പാലവും സഞ്ചാരയോഗ്യമായ റോഡുകളും എല്ലാം വരുന്നതോടുകൂടി ഈ നാടിന്റെ പുരോഗതി ഉന്നതങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കും. തിരുവാർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് OS അനീഷ്, വൈസ് പ്രസിഡന്റ് ജയ സജിമോൻ, പഞ്ചായത്ത് അംഗങ്ങളായ അജയൻ K മേനോൻ, K സുമേഷ് കുമാർ, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MM ബിനു, സ്ഥിരം സമിതി അധ്യക്ഷനായ CT രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി വിപണിയിൽ എത്തിച്ചാൽ മാത്രമേ കാർഷിക രംഗത്തെ പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. നീലൂർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഫ്രീസർ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കർഷകരെ സഹായിക്കാനാണ് സഹകരണ ബാങ്കുകൾ രൂപീകരിച്ചതെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. നബാർഡിന്റെ സഹകരണത്തോടെ നീലൂർ പ്രൊഡ്യൂസർ കമ്പനിക്ക് വേണ്ടി സ്ഥാപിച്ച ഫ്രീസർ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിൽ എത്തിച്ചാൽ കാർഷിക രംഗത്തെ പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നും മന്ത്രി പറഞ്ഞു. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നത്തിന് ഒരു കൃഷിഭവൻ ഒരു ഉൽപ്പന്നം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പരിപാടി. 1000 ഉൽപ്പന്നം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കണമെന്ന് ഞാൻ ജീവനക്കാരോട് പറഞ്ഞു. 500 എണ്ണം ഉണ്ടാക്കുക എന്നുള്ളതാണ്, 500 ഉണ്ടാവും എന്ന് എന്നോട് എൻ്റെ ഓഫീസിലുള്ളവർ ഉൾപ്പെടെ പറഞ്ഞു. 1076 കൃഷിഭവനാണ്. ഞങ്ങൾ ഇപ്പോൾ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ 4000-ൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ കർഷകരുടേതായി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1000 ലക്ഷ്യം വെച്ചെടുത്താണ്. ഇപ്പം ഞങ്ങൾ പറഞ്ഞു ഒരു കൃഷിഭവൻ 5 മൂല്യവർദ്ധിത ഉൽപ്പന്നം, അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ 1.5 കോടി രൂപ മുടക്കിയാണ് ഫ്രീസർ യൂണിറ്റ് സ്ഥാപിച്ചത്. മാണി സി കാപ്പൻ MLA അധ്യക്ഷത വഹിച്ച സമ്മേളനം ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്തു. ഫ്രാൻസിസ് ജോർജ് MP, നബാർഡ് ചീഫ് ജനറൽ മാനേജർ ബൈജു കുറുപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലയിലെ കഞ്ചാവ് മാഫിയയ്ക്കെതിരെ ശക്തമായ നടപടിയുമായി എക്സൈസ്. റെയിൽവേ സ്റ്റേഷനുകളിൽ എക്സൈസും റെയിൽവേ പോലീസും സംയുക്തമായി പരിശോധന നടത്തി തുടങ്ങി. കോട്ടയം ജില്ലയിലേക്ക് കഞ്ചാവ് കൂടുതലായി എത്തുന്നത് ട്രെയിൻ മാർഗമെന്ന് എക്സൈസ്. ജില്ലയിലെ കഞ്ചാവ് മാഫിയയ്ക്കെതിരെ ശക്തമായ നടപടിക്കൊരുങ്ങുകയാണ് എക്സൈസ്. കഞ്ചാവുമായി എത്തുന്നവരെ പിടികൂടാനായി റെയിൽവേ പോലീസുമായി സഹകരിക്കാനുള്ള തീരുമാനത്തിലാണ് എക്സൈസ് വിഭാഗം. ഇതിനായി റെയിൽവേ സ്റ്റേഷനുകളിൽ എക്സൈസും റെയിൽവേ പോലീസും സംയുക്തമായി പരിശോധന നടത്തും. ഒഡീഷ, ബംഗാൾ, അസം എന്നിവിടങ്ങളിൽ നിന്നും ട്രെയിൻ മാർഗമാണ് കഞ്ചാവ് എത്തുന്നതെന്നാണ് വിവരം. ഈ സാഹചര്യത്തിലാണ് റെയിൽവേ പോലീസുമായി ചേർന്ന് എക്സൈസ് പരിശോധനകൾ ആരംഭിച്ചിട്ടുള്ളത്.
ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായാണ് പരിശോധന. കോട്ടയം നഗരത്തിലും പരിസരങ്ങളിലുമായി 12 ലഹരി മരുന്ന് ഇടപാട് കേന്ദ്രങ്ങൾ ഉള്ളതായാണ് സൂചന. അതിഥി തൊഴിലാളികളുടെ നിയന്ത്രണത്തിലാണ് ഈ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇവിടേക്കാണ് കോളേജ്, സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള യുവാക്കൾ എത്തുന്നത്. ഒരു മാസത്തിനിടെ കോട്ടയം ജില്ലയിൽ 152 രാസലഹരി കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 10 കിലോ കഞ്ചാവും പിടികൂടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവം നടന്നു. ഇതോടനുബന്ധിച്ച് നൂറുകണക്കിന് സ്ത്രീകൾ ദേവിക്ക് പൊങ്കാലയർപ്പിച്ചു. ക്ഷിപ്രപ്രസാദിനിയും അഭീഷ്ടവരദായിനിയും അന്നപൂർണേശ്വരിയുമായ പൊൻകുന്നം പുതിയകാവിലമ്മയ്ക്ക് ഏറെ പ്രിയങ്കരമായ നിവേദ്യമാണ് പൊങ്കാല. മീനമാസത്തിലെ ഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് രാവിലെ ക്ഷേത്രത്തിൽ പൊങ്കാല നടന്നു. പുത്തൻ കലങ്ങളിൽ സ്വയം തയ്യാറാക്കുന്ന നിവേദ്യം അമ്മയ്ക്ക് സമർപ്പിക്കുന്നതാണ് ശ്രേഷ്ഠമായ പൊങ്കാല ചടങ്ങ്. രാവിലെ ക്ഷേത്രം തന്ത്രി കുരുപ്പക്കാട്ടുമന നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭണ്ഡാര അടുപ്പിൽ അഗ്നി പകർന്നു. തുടർന്ന് ദേവീനാമങ്ങൾ ചൊല്ലി ഭക്തർ ദേവിക്കായി പൊങ്കാല നിവേദ്യം തയ്യാറാക്കി. നിരവധി സ്ത്രീകളാണ് പൊങ്കാലയിടാൻ ക്ഷേത്രത്തിൽ എത്തിയത്. പൊങ്കാലയിടുന്ന സമയത്ത് അരങ്ങേറിയ ഭക്തിഗാനസുധ വിശ്വാസത്തെ വാനോളം ഉയർത്തി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വിഷുവിന്റെ വരവറിയിച്ച് നാടാകെ കണിക്കൊന്നകൾ പൂത്തു. ഫെബ്രുവരി പകുതിയായപ്പോഴേക്കും കണിക്കൊന്നകൾ പൂവിട്ടിരുന്നു. അതാത് കൊല്ലത്തെ ഇടവപ്പാതിയുടെയും തുലാവർഷത്തിന്റെയും ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ചാണ് കണിക്കൊന്നയുടെ പൂക്കാലം. വിഷുവിന്റെ വരവറിയിച്ചാണ് നാട്ടിൽ അങ്ങോളം ഇങ്ങോളം കണിക്കൊന്നകൾ പൂക്കുന്നത്. ഫെബ്രുവരി പകുതിയായപ്പോഴേക്കും കണിക്കൊന്നകൾ പൂവിട്ടിരുന്നു. കഴിഞ്ഞ കുറെ കാലമായി കാലം തെറ്റിപ്പൂക്കുന്ന കണിക്കൊന്നകളാണ് നാം കാണുന്നത്. അതാത് വർഷത്തെ ഇടവപ്പാതിയുടെയും തുലാവർഷത്തിന്റെയും ഏറ്റക്കുറച്ചിലനുസരിച്ച് മരങ്ങളുടെ പൂക്കാലം വ്യത്യാസപ്പെടും. തുലാവർഷം കുറയുകയും തുടർന്നുള്ള വേനൽ കൂടുകയും ചെയ്താൽ കണിക്കൊന്ന നേരത്തെ പൂക്കും. ഉത്തരായനം തുടങ്ങുന്ന സൂര്യൻ മാസങ്ങൾ പിന്നിട്ട് ഭൂമധ്യരേഖാ പ്രദേശത്ത് എത്തുന്ന ദിവസമാണ് മേടവിഷു. ഇല പൊഴിയുന്ന മരമായ കണിക്കൊന്ന ഈ കാലമാകുമ്പോൾ ഇലകളൊക്കെ പൊഴിച്ച് നിൽക്കുന്നുണ്ടാവും. മാത്രമല്ല സൂര്യന്റെ വരവനുസരിച്ച് പൂക്കാൻ തുടങ്ങുകയും ചെയ്യും. അതായത് സൂര്യന്റെ വരവ് നോക്കി പൂക്കുന്ന കണിക്കൊന്നയ്ക്ക് മാർച്ച് മാസം 21-നാണ് വിഷു. സൂര്യന്റെ സഞ്ചാരത്തിൽ ഓരോ കൊല്ലവും ഉണ്ടാകുന്ന വ്യത്യാസമനുസരിച്ച് കലണ്ടറിൽ മാറ്റം വരുത്താറില്ല. അതിനാൽ ഏപ്രിൽ 14-നാണ് വിഷു ആഘോഷിക്കുന്നത്. എന്നാൽ സൂര്യന്റെ സഞ്ചാരമനുസരിച്ച് പൂക്കുന്ന കണിക്കൊന്നകൾ നേരത്തെ പൂത്തു തുടങ്ങും. സൂര്യന്റെ അയനത്തിനനുസരിച്ചാണ് കണിക്കൊന്നകൾക്ക് പൂക്കാലം ആരംഭിക്കുന്നത്. അല്ലാതെ മാറ്റം വരുത്താത്ത കലണ്ടറിന് അനുസരിച്ചല്ല. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ജാതി വിവേചനം ഈ കാലഘട്ടത്തിൽ അനുവദിക്കില്ലെന്ന് മന്ത്രി VN വാസവൻ. വൈക്കം ക്ഷേത്രത്തിലെ വടക്കുംപുറത്ത് പാട്ട് എതിരേൽപ്പിന് വ്രതം നോൽക്കുന്ന എല്ലാ ഭക്തർക്കും തുല്യ പരിഗണനയാണെന്നും മന്ത്രി പറഞ്ഞു. ജാതീയപരമായ വിവേചനം മാനദണ്ഡവും അല്ല ഈ ആചാരത്തിന് വേണ്ടി കൊടുക്കേണ്ട പ്രാധാന്യം. മറിച്ച് വിശ്വാസി സമൂഹം, വൈക്കം മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസി സമൂഹം ഈ വടക്കുപുറത്ത് പാട്ടിന് വേണ്ടി വ്രതം എടുത്തു വന്നിട്ടുള്ളവരാണ്. ആ വ്രതം എടുത്തു വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അവർ കുത്തുവിളക്കുമായി വരും. ആ വരുന്നവർക്കെല്ലാം ആചാരക്രമം അനുസരിച്ച് ഈ ചടങ്ങിൽ വിളക്കെടുക്കാനും അതോടൊപ്പം തന്നെ താലപ്പൊലി കൊണ്ടുവരാനും ഒക്കെ സൗകര്യം കൊടുക്കും. ആ നിലയ്ക്ക് പൊതുവായി ഒരു നിലപാട് ദേവസ്വം ബോർഡ് സ്വീകരിച്ചു. അത് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് പാലിക്കാൻ കൃത്യമായി ദേവസ്വം ഉദ്യോഗസ്ഥന്മാരെയും ബന്ധപ്പെട്ട കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാകും. മാലിന്യമുക്ത നവകേരളം ശുചിത്വ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി കരൂർ പഞ്ചായത്തിൽ ശുചിത്വ സന്ദേശ റാലി നടന്നു. പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും ഹരിത അംഗീകാരം നേടിയ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും അനുമോദിച്ചു. മാലിന്യമുക്ത നവകേരളം ശുചിത്വ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി കരൂർ പഞ്ചായത്തിലെ പോണാട് അമ്പലം ജംഗ്ഷനിൽ നിന്നും പഞ്ചായത്തിലേക്ക് ശുചിത്വ സന്ദേശ റാലി നടത്തി. ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് റെസിഡന്റ് അസോസിയേഷൻ പ്രതിനിധികൾ, വിവിധ സഹകരണ പ്രതിനിധികൾ, വായനശാല പ്രതിനിധികൾ, അംഗനവാടി ടീച്ചേഴ്സ്, സ്കൂൾ ടീച്ചേഴ്സ്, കുട്ടികൾ, ആശാ വർക്കർമാർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് സാജു ജോർജ് വെട്ടത്താട്ടിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാലിപ്ലാക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി വള്ളിച്ചിറ, താമരക്കുളം, കുടക്കച്ചിറ ഹൈസ്കൂൾ, നെടുമ്പാറ എന്നീ ജംഗ്ഷനുകൾ ഹരിത ടൗണുകൾ ആയി പ്രഖ്യാപിച്ചു. പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ നിന്ന് ഹരിത അംഗീകാരം നേടിയ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പാല.
വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തുന്ന കോടിയർച്ചനയും വടക്ക് പുറത്തുപാട്ടും ഈ മാസം 13 വരെ നടക്കും. അത്യപൂർവവും അതിവിശിഷ്ടവുമാണ് ഈ ചടങ്ങ്. ക്ഷേത്രാങ്കണത്തിന്റെ വടക്കുവശത്ത് വലിയ നെടുമ്പുര കെട്ടി 12 ദിവസം പഞ്ചവർണ്ണങ്ങളാൽ ദേവിയുടെ രൂപം വിവിധ ഭാഗങ്ങളിൽ കളമെഴുതിപ്പാട്ടും വിശേഷാൽ പൂജകളും നടത്തുന്നതാണ് വഴിപാട്. 12ാം ദിവസത്തെ കളം മായ്ക്കൽ ചടങ്ങോടെ വടക്ക് പുറത്തുപാട്ട് സമാപിക്കും. ദേവിയെ കൊച്ചാണിക്കോട്ടിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് എതിരേൽക്കുന്നൊരു ചടങ്ങാണ്. അത് എല്ലാ ദിവസവും 7-8 മണിയോടുകൂടിയാണ് കൊച്ചാണിക്കോട്ടിൽ നിന്ന് ആനപ്പുറത്ത് എഴുന്നേൽപ്പ് വരുന്നത്. അതിന് കുത്തുവിളക്കെടുക്കുന്ന 64 സ്ത്രീകൾ അണിനിരത്തിക്കൊണ്ടാണ് ചടങ്ങ് നടക്കുന്നത്. ആ ചടങ്ങിൽ കുത്തുവിളക്കെടുക്കുന്നതിന് യാതൊരു ജാതി ഭേദമില്ലാതെ എല്ലാ വിഭാഗം ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്നിച്ച് നടത്തുകയെന്നാണ് കമ്മിറ്റിയുടെ തീരുമാനം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞിരം മലരിക്കൽ റോഡ് നാടിന് സമർപ്പിച്ചു. കേരളം അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഹബ്ബായെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. റോഡ് നവീകരിച്ചത് 5 കോടി രൂപ ചെലവിൽ. കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി വിപണിയിൽ എത്തിക്കണമെന്ന് മന്ത്രി പി പ്രസാദ്. നീലൂർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഫ്രീസർ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. കോട്ടയം ജില്ലയിൽ കഞ്ചാവ് കൂടുതലായി എത്തുന്നത് ട്രെയിൻ മാർഗം. ശക്തമായ നടപടിയുമായി എക്സൈസും റെയിൽവേ പോലീസും. മാർച്ച് മാസത്തിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് 157 കേസുകൾ. മീനഭരണി മഹോത്സവം ആഘോഷിച്ചു. പൊൻകുന്നം പുതിയകാവിൽ പൊങ്കാല. ദേവിക്ക് പൊങ്കാല അർപ്പിച്ച് ഭക്തർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.